ഉടുക്കത്തടി അവർ രണ്ടുപേരും കൂടി അടി ഓടുന്നു. അതായിരുന്നാ? ഞാൻ വിചാരിച്ചെന്റെ മുടിക്ക് തീ പിടിച്ചെന്ന്. എടാ അത് അവര് സ്ഥിരം ഉള്ളതാ. ഈ എലീനെയും പൂച്ചനെ പോലെ ശത്രുക്കളാ സ്ഥിരം. ഓ ഈ എലിയും പൂച്ച എന്നുപോലെ ഇങ്ങനെ ശത്രുക്കളായത്. നീ ടോം ആൻഡ് ജെറി കാണാറില്ലേ? അതൊക്കെ കാണാറുണ്ട്. ഞങ്ങളുടെ വീട്ടില് പൂച്ച എലിയൊക്കെ ഉണ്ട്. ആ പൂച്ചയാണെങ്കിൽ ഒരു എലീനെ ഞാൻ പിടിക്കണ്ടില്ല. പൂച്ച വെറുതെ ഇരിക്കുമ്പോ എലി 2 റൗണ്ട് അടിച്ചിട്ട് പോകും. പറ്റിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് ആരും മൈൻഡ് ചെയ്യാറില്ല. പേടിച്ചു പോയി നിന്റെ വിളി കേട്ടപ്പോ. ഇതുകൊണ്ട് ആരായാലും എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും വില ഉണ്ടോന്ന് അറിയണമല്ലോ. എന്തിനാ ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ കൂടുതൽ സംസാരിക്കല്ലേ കേട്ടാ. എന്റെ കൊച്ചിന്റെ ഭാവി എനിക്കും ഉണ്ടാവില്ല. ചെറിയാണ് അത് ചൊറി കേട്ടാ. ഉത്തരാഖണ്ഡിൽ എന്താ പ്രശ്നം? ഉത്തരാഖണ്ഡിൽ ഒരു DGP സ്ഥാനം ഒഴിഞ്ഞു കിടക്കണം. പോകാൻ താല്പര്യമുണ്ടോ? എന്താ പ്രശ്നം എന്ന് പറഞ്ഞേ? പ്രശ്നം അല്ല, ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും വില നില ഉണ്ടെന്ന് അറിയണം. എന്താന്ന്? എടി എന്റെ കൊച്ചിനൊരു നല്ല ഭാവി ഉണ്ടാക്കണ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോ അവൾ അതിന് എതിര് നിൽക്കുകയാണ്. അതെന്താ ന്യായം? എന്താ ചേച്ചി കാര്യം? എടി നമ്മളെ അൻസാറിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന മുരുകൻ ഒരു സ്കൂട്ടർ അപകടത്തിലെ പറ്റിയ അയാളുടെ മോളെ ഒന്ന് മാത്സ് ട്യൂഷൻ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അൻസാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു മുത്തുമിടിക്കുകയാണ്, അവള് പഠിപ്പിക്കൂന്ന് പറഞ്ഞു. അത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ഇവള് സമ്മതിക്കണില്ല. കഴിഞ്ഞ ട്യൂഷൻ വിസ്തരിച്ചു കഴിഞ്ഞ എടാ ഈ +2 പഠിക്കുന്ന കൊച്ചിന് എന്തോരം പഠിക്കാനുണ്ടാവും. നീ ഒന്ന് പറഞ്ഞേ. അവക്ക് അല്ലെങ്കിലേ സമയമില്ല. ഇച്ചിരി സമയം കിട്ടുമ്പോഴാണ് അവൾ ആ ഇച്ചിരി നേരം ഫോൺ നോക്കി അവളുടെ തലച്ചോറൊന്ന് ശരിയാക്കണത്. എനിക്ക് അവള് നന്നായിട്ട് പഠിച്ചിട്ട് വേണം കോച്ചിങ്ങിന് വിടാനായിട്ട്. ഇതിന് സമയം കളയാൻ എന്റെ കൊച്ചിനെ പഠിച്ചത് ഒന്നുകൂടെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് മുത്തിന്റെ അഭിപ്രായം? മാമ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ആവൂലേ? എന്തിനുള്ള എക്സ്പീരിയൻസ്? പഠിപ്പിക്കാൻ. ആര് പഠിപ്പിക്കാൻ പോണ്? ഇവിടെ അല്ലെങ്കിൽ 2 ടീച്ചർമാരുണ്ട്. ഇനി പുതിയ ടീച്ചർ വേണ്ട. ഡാൻസ് ടീച്ചർ, ഒന്ന് തയ്യൽ ടീച്ചർ. അവിടെ ഞാൻ ഡോക്ടർ അവനെ വിടാൻ പോണത്. അതെ അതെ അതെ, ഇതിപ്പോ ജസ്റ്റ് മൈനസ് ആൻഡ് പ്ലസിന്റെ കാര്യമല്ലേ. ഞാൻ പഠിപ്പിക്കാം. എന്റെ മോനെ എന്നാ വലിയ ഉപകാരം. എനിക്കത് സമാധാനായോ? ചേട്ടാ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമല്ല, ചേട്ടന് ഇഷ്ടമല്ലാത്ത മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഉണ്ട്. താല്പര്യമില്ല. അല്ല ഒരു പണി ചെയ്യാം. 5ാം ക്ലാസ്സിലല്ലേ? 5ാം ക്ലാസ്സിലെ കണക്കൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ അറിയാം. ഞാൻ പഠിപ്പിച്ചോളാം. അതൊന്നും അങ്ങനെ ഞാൻ പഠിപ്പിച്ചോളാം. മതി, സമാധാനമായല്ലോ. ലില്ലിമോളെ നീ പഠിപ്പിച്ചോളൂല്ലോ. അവള് പഠിപ്പിച്ചോളൂ. എന്റെ കൊച്ചിന് അതിന് വേണ്ടി ബുദ്ധിമുട്ടിക്കണം. ലില്ലിമോളെ പിന്നെ ഒരു കാര്യം, 500 രൂപ ഫീസ് തരുള്ളൂ, കൂടുതലൊന്നും ചോദിക്കരുത്. മതി, മാത്സ് മാത്രമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്താ ക്ലീറ്റോ ആദ്യം പറഞ്ഞില്ലല്ലോ? അത് എന്ത് ഫീസ് കിട്ടുവോ? അങ്ങനെയാണെങ്കിൽ എന്റെ മുത്ത് പഠിപ്പിച്ചോളും. അവക്കൊരു സമ്പാദ്യശീലം ഉണ്ടാവൂലേടാ. അത് വേണ്ട. അല്ല നിനക്ക് എവിടെ സമയം? ഇവള് എന്റെ പൊന്ന് ക്ലീറ്റോ, ഇവള് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവക്ക് സമയമേ ഇല്ല. അയ്യോ ഞാൻ സമയം ഉണ്ടാക്കി പഠിപ്പിച്ചോളാം. നീ ഒന്ന് പറഞ്ഞു. ചെല്ല് പോ. ഇങ്ങനെ അവസരവാദികളുണ്ടെന്നുള്ളതാണ്. ഈ 500 രൂപയുടെ കാര്യം ആദ്യമേ പറഞ്ഞ പോരായിരുന്നാ? എന്റെ ലില്ലിമോളെ, ഞാൻ അധ്വാനിച്ചുകൊണ്ടൊന്ന് കൊടുക്കണതിന് ഒരു കുറവുമില്ല, ലക്ഷങ്ങളാ. പക്ഷെ എന്നാലും പൈസ നേട്ടാ ഇവക്ക് പ്രാന്ത. അധ്വാനിച്ചുകൊണ്ട് കൊടുക്കാത്തത് കൊണ്ടാ, കാശ് കാണാത്തത് കൊണ്ടാ ഈ കുഴപ്പം. പിന്നെ അപ്പൊ മുത്ത് പഠിപ്പിക്കട്ടെ? അടുത്ത ട്യൂഷൻ നിനക്ക് പിടിച്ചുതരാം കേട്ടാ. അയ്യോ ആങ്ങളെയും കൊള്ളാം, ഞങ്ങളും കൊള്ളാം. ആണോ ഇല്ലല്ലേ? എന്താ നക്കിളത്? തമാശയാണല്ലോ മൊത്തം.